നമസ്കാരം. കോവിഡിനെ നമ്മൾ അഭിമുഖീകരിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതൊരു മഹാമാരിയായിരുന്നു. ഒരുപാട് നമ്മൾ പല രീതിയിലും വില കൊടുക്കേണ്ടി വന്നു. രാജ്യമാകെ തന്നെ കൊടുക്കേണ്ടി വന്നു. പക്ഷേ അതിനൊരു ശമനം വന്ന് ഈ അടുത്ത കാലങ്ങളിലാണ് നമുക്ക് അതിൻ്റെ ഒരു ശരിക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ശമനം നമുക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കോവിഡ് വ്യാപനം വന്നുകൊണ്ടിരിക്കുന്നു. എവിടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തായ്ലൻഡിലാണ് കോവിഡ് ഇപ്പോൾ ഏറ്റവും വ്യാപനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കോവിഡ്-19 ഒമിക്രോൺ XCC എന്ന് പറയുന്ന വകഭേദമാണ് ഇപ്പം നമുക്കത് വ്യാപനത്തിൽ വന്നിരിക്കുന്നത്. അപ്പം വളരെയേറെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആ രാജ്യത്ത് തന്നെ കഴിഞ്ഞ മെയ് 11 മുതൽ 17 വരെ 33,030 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അത് ഏറ്റവും വലിയ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ്. ഇത്തരം കേസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കോവിഡിൻ്റെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിത് ആദ്യം പ്രത്യക്ഷത്തിൽ വരുന്ന ചൈനയിൽ നിന്നാണെന്നുള്ള റിപ്പോർട്ട് നമുക്കുണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ നിന്നാണ് ഈ വ്യാപനം നമുക്ക് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇപ്പം ബാങ്കോക്കിൽ മാത്രം 6,000 കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് മുൻവാരത്തെ അപേക്ഷിച്ച് ഏതാണ്ട് കേസുകൾ ഇരട്ടിയെ വർദ്ധിച്ചതായി തായ്ലാൻഡ് രോഗനിവാരണ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വർധനയ്ക്ക് പ്രധാന കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒമിക്രോൺ വകഭേദമായ XCC എന്ന ആ ഒരു ഇതാണ്. അപ്പം നമ്മൾ ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഫ്ലൂവിനേക്കാൾ 7 ഇരട്ടിയോളം വേഗത്തിൽ പടരുന്നു എന്നുള്ളതാണ്. ഇതാണിപ്പോൾ അവിടുത്തെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതായത് ജനുവരി മുതൽ മെയ് 14 വരെ രാജ്യത്ത് 71,067 കേസുകളും 19 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 30 മുതൽ 39 വയസ്സുള്ളവരിലാണ് ഇത് കൂടുതൽ ബാധിച്ചിട്ടുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ളത്. അതുപോലെ തന്നെ 4 വയസ്സ് വരെയുള്ള കുട്ടികളിലും ഈ കേസുകൾ വർദ്ധിച്ചതായിട്ടാണ് ബാങ്കോക്ക് മെഡിക്കൽ സർവീസ് വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തായ്ലൻഡിലെ ആരോഗ്യവകുപ്പ് പൊതുജനങ്ങൾക്ക് മാസ്ക് ധരിക്കാനും കൈകൾ കഴുകാനും രോഗലക്ഷണം ശ്രദ്ധിക്കുക, ആവശ്യമെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റ് അതായത് നടത്തുന്നതിന് വേണ്ടി ATK എന്ന് പറയുന്ന അത് ഉപയോഗിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുതിർന്നവർ, കുട്ടികൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവർക്കാണ് ഇത് കൂടുതലായിട്ടും ശ്രദ്ധേയമാക്കേണ്ടത്. അത് കാരണം ആരോഗ്യത്തിൻ്റെ കുറവുള്ളവർക്ക് ഇത് പെട്ടെന്ന് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ സങ്കീർണമായൊരു അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ മെയ് 12 മുതൽ 20 വരെ കേരളത്തിൽ 69 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. മഹാരാഷ്ട്രയിൽ 44, തമിഴ്നാട്ടിൽ 34 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ മൊത്തം ആക്റ്റീവ് കേസുകൾ എന്ന് പറയുന്നത് 257 നിലനിൽക്കുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ വ്യാപനം എങ്ങനെയാണെന്ന് നമുക്കിനിയും പറയാൻ പറ്റില്ല. വീണ്ടും ഒരു സാഹചര്യത്തിലോട്ട് നീങ്ങാതിരിക്കാൻ നമ്മൾ മുൻകരുതലുകൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മാസ്ക് ധരിക്കുന്നതുകൊണ്ട് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് കാണേണ്ടതില്ല. നമ്മളും ഒരു മുൻകരുതൽ എടുത്താൽ അത് വളരെ നന്നായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുപോലെ തമിഴ്നാട്ടിൽ 39 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ മൊത്തം ആക്റ്റീവ് കേസുകൾ നേരത്തെ 257 നിലനിൽക്കുന്നു. തായ്ലാൻഡിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവർ തന്നിരിക്കുന്ന റിപ്പോർട്ടാണ്. അതായത് തായ്ലാൻഡിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിലവിലെ COVID-19 സാഹചര്യം പരിഗണിച്ച് അവർ തരുന്ന ആരോഗ്യപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് യാത്ര മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇനിയൊരു കോവിഡ് മഹാമാരിയെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ തീർത്തും നമ്മൾ വളരെ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. അപ്പം കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ മുക്തി നേടണം. അത് നമ്മൾ ജാഗ്രതയോടെ മുന്നിട്ടിറങ്ങിയാൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇനിയൊരു മഹാമാരി ഈ കോവിഡ് എന്ന് പറയുന്ന കോവിഡ്-19 എന്ന് പറയുന്ന ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് മുക്തി നേടാം
എന്നുള്ള ഒരു രീതിയും ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജനങ്ങൾ പൊതുവായി ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വരുന്ന നമുക്ക് മുന്നറിയിപ്പുകൾ. അതുകൊണ്ട് ഈ കോവിഡ് മഹാമാരിയെ നമ്മൾ നേരത്തെ അനുഭവിച്ച പോലെ ഒരു പ്രശ്നത്തിലേക്ക് വരാതിരിക്കാൻ, ഇപ്പോൾ വരുന്നതിൻ്റെ ആ ട്രെൻഡ് പറഞ്ഞല്ലോ, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ സാധാരണ ഫ്ലൂവിനേക്കാൾ 7 ഇരട്ടി ഇതായിട്ടാണ് വർദ്ധിച്ച് കാണുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ എല്ലാവരും മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോവിഡിനെ പറ്റിയുള്ള ഈ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.